മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും കനാലുകൾ ശുചീകരിച്ച് കൃഷിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക മാർച്ചും ധർണയും നടത്തി. മൂവാറ്റുപുഴ MVIP ഓഫീസിന് മുന്നിലേക്ക് നടന്ന കർഷക മാർച്ചിന് ശേഷം നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന് കീഴിലുള്ള കനാലുകളിൽ അടിയന്തരമായി വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MVIP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വേനൽ കടുത്തിട്ടും ജലസേചനത്തിനാവശ്യമായ വെള്ളം കിട്ടാത്തതിനാൽ കനാലിനെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കല്ലൂർക്കാട്, ആയവന, മഞ്ഞള്ളൂർ, ആരക്കുഴ, മാറാടി പഞ്ചായത്തുകളിലെയും മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രദേശങ്ങളിലെയും കർഷകരുടെ നൂറുകണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങിക്കിടക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന കനാൽ അറ്റകുറ്റപ്പണികളും കനാലുകളിലെ കാട് വെട്ടിത്തെളിച്ച് ജലമൊഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തിയും സമയബന്ധിതമായി ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോഴും ഇക്കാര്യത്തിൽ വ്യക്തത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മൂവാറ്റുപുഴ MLAയും UDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത്, മുനിസിപ്പൽ ഭരണസമിതികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇക്കാര്യത്തിൽ ഒരിടപെടലും നടത്തിയിരുന്നില്ല എന്ന് കർഷക സംഘം ആരോപിക്കുന്നു. അതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. UDF ജനപ്രതിനിധികളുടെ അതീവ ഗുരുതരമായ വീഴ്ച മറച്ചുവെക്കുന്നതിനും കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ് MLAയുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങിയതെന്നും CPIM നേതാക്കൾ പറഞ്ഞു. വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളക്ഷാമത്തിനും ഈ നടപടി കാരണമാകാൻ പോവുകയാണ്. കച്ചേരിത്താഴത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് MVIP ഓഫീസിന് മുന്നിലെത്തി ധർണ നടത്തി. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ആദ്യമേ തന്നെ ഈ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കൊരു ഉത്തരവാദിത്വം. അവരുടെ ഉത്തരവാദിത്വം ഈ ബഡ്ജറ്റിൽ ഇതിൻ്റെ അലോക്കേഷൻ ഉണ്ടെങ്കിൽ അവരൊരു പ്രൊപ്പോസൽ അത് മിനിമം ഒരു 3 മാസക്കാലം മുമ്പ് കൊടുക്കും. കാലങ്ങളായി അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസാണ്. ഇനി അടിയന്തര സാഹചര്യത്തിൽ സർക്കാർ ഫണ്ടിൻ്റെ അലോക്കേഷൻ നടന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? MLAയുടെ ഫണ്ട് കൊടുക്കാൻ വരാൻ ഒരു ദൂഷ്യമില്ല. MLAക്ക് കേരള സർക്കാർ കൊടുക്കുന്ന പണമാണ്. അതല്ലാതെ MLAയുടെ ഒരു സ്വകാര്യ സമ്പത്തിൽ നിന്ന് ഇതുപോലൊരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് കുറച്ച് പണം കൊടുക്കണമെന്ന് പറയാമോ? നിയമാനുസൃതം കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ജീവൻ പ്രശ്നമായി കൃഷിക്കാരുടെ കാര്യം തോന്നുമ്പോൾ ഈ 2 മാർഗങ്ങൾ, ഒന്നൊരു 3 മാസക്കാലം മുമ്പ് ഇതിൻ്റെ പ്രപ്പോസൽ കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ അന്വേഷണത്തിൽ അത് ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊന്നും അറിയാനും താല്പര്യം വേറെ അവരെ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്താനില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പ് ഞങ്ങൾ ഈ സമരം കഴിഞ്ഞ് പോകുമ്പോൾ അത് കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ വരുന്ന 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ധനകാര്യമന്ത്രിയെ കാണാൻ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടായി. കൃഷിക്കാരുടെ ഒരു പ്രശ്നമാണ്. അത് MVIPയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് ഇത് ഈ ഒരു വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ആധികാരികത. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN ജയപ്രകാശ് ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, കർഷക സംഘം ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം KY മനോജ്, ഉഷ ശശിധരൻ, MK മധു, PB അജിത് കുമാർ, PN സോമൻ, NG ലാലു, KV സുനിൽ, സണ്ണി പൈലി, OA അൻവർ, CH നാസർ, PY മൈദീൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കലിന്റെയും CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യുവിന്റെ നേതൃത്വത്തിൽ കർഷക സംഘം നേതാക്കളായ KP രാമചന്ദ്രൻ, KN ജയപ്രകാശ്, MK മധു, KY മനോജ് എന്നിവർ MVIP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുമായി സംസാരിക്കുകയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ ഫോണിൽ വിളിച്ച് എത്രയും വേഗം ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വിഷയത്തിൽ നേരിട്ടിടപെടുകയും ചെയ്തു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസയുണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.